Hi, hello, welcome back to my channel. ഇത് ഞാൻ തൃശ്ശൂർ ഹൈലൈറ്റ് മാളിൽ പോയ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് ആക്ച്വലി ഞാൻ ഓപ്പണിംഗ് ടൈമിൽ പോയത്. ഇതിൻ്റെ ഓപ്പണിംഗ് വന്നിരുന്നത് ക്രിസ്മസ് ടൈമിലായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഓപ്പണിംഗ് ആയിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞപ്പം ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. പക്ഷേങ്കിൽ എന്താ പറയുക, എനിക്കിത് അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് തിരക്കായി പോയത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഓപ്പണിംഗ് ടൈം ആയിട്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു. അവിടെ കയറുന്ന സ്പേസിലും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. പാർക്കിങ് ഒക്കെ ഫുള്ളായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ ഇതിൻ്റെ അകത്ത് പറയായിട്ട് എല്ലാ ഷോപ്പുകളും ഒന്നും തുറന്നിട്ടില്ല. മെയിനായിട്ട് വരുന്നത് മേളത്തെ ടോപ്പ് ഫ്ലോറിലാണ് ഇത് ഫുഡിൻ്റെ സെക്ഷൻ ഫുള്ള് വരുന്നത്. അവിടെ അത്യാവശ്യം ഷോപ്പുകൾ കുറേ എല്ലാം തുറന്നിട്ടുണ്ടായിരുന്നു. പിസ്സയും ഡൊമിനോസ് പിസ്സയുടെ ഷോപ്പും ഫലൂഡ നേഷനും ചിക്കിങ് KFC ബർഗർ ലോഞ്ച് അങ്ങനെ അതിൻ്റെയൊക്കെ ഷോപ്പുകൾ ഏകദേശം എല്ലാം ഓപ്പൺ ആയിരുന്നു. അതുകൊണ്ട് ക്രൗഡ് കൂടുതലും വരുന്ന ടോപ്പ് ഫ്ലോറിൽ തന്നെയായിരുന്നു വന്നിരുന്നത്. പിന്നെ വന്നിട്ട് ഇവിടെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു തുറക്കാഞ്ഞത്. പിന്നെ അവിടെ അതിൻ്റെ നടുക്കൊരു സെൻട്രൽ പോർഷൻ വരുന്നതാണെങ്കിൽ ഈവനിങ് സ്നാക്സ് പോലത്തെ ഒരു ഷോപ്പ്. അവിടെ നിന്ന് ഞങ്ങൾ 2-3 സ്നാക്സ് ട്രൈ ചെയ്തു. പക്ഷേങ്കിൽ അവിടെ ഭയങ്കര തണുത്ത ഒരു ഫുഡായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല ആ ഒരു സ്നാക്സിൽ. പിന്നെ നേരെ ഞങ്ങൾ താഴെ വന്നു. അവിടെയാണ് നമ്മുടെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് വരുന്നത്. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസും അതായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അവിടോട്ട് വന്ന് കയറി. അവിടെ ഫസ്റ്റ് കുറച്ച് ബേക്കറി ഐറ്റംസ് ആണ് ലുലു മാളിൻ്റെ ഉള്ളത്. അവിടെ നിന്ന് ഞങ്ങൾ 2-3 സ്നാക്സ് ട്രൈ ചെയ്തു. അതും എനിക്ക് അത്ര വലിയ സാറ്റിസ്ഫൈഡ് അല്ല. ഒരു ഡ്രൈ ടൈപ്പായിരുന്നു. സാൻഡ്വിച്ചൊക്കെ ആണെങ്കിലും മേടിച്ചിട്ട് അങ്ങനെ നമ്മളൊരു ജ്യൂസി ലെവലിലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ എനിക്ക് ആ ഒരു ലെവലിലൊന്നും കിട്ടിയില്ല. പിന്നെ അവിടെ തന്നെ മീറ്റ്, ഫിഷ്, ലാമ്പ്, ചിക്കൻ ആ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു. ഞങ്ങളവിടുന്ന് ഫിഷ് ഞങ്ങൾ ചൂസ് ചെയ്തായിരുന്നു. അതൊക്കെ നല്ല ഫ്രഷ് ഐറ്റംസും എന്താ പറയുക, നമുക്ക് അഫോർഡബിൾ റേറ്റും ഒക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് ഇവിടുന്ന് എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ. ഞാൻ ട്രോളിയും പിടിച്ച ഓട്ടോ ആയിരുന്നു. എനിക്ക് എന്തെടുക്കണം എന്നുള്ളൊരിതിൽ അവസാനം ഞാൻ ചെന്നൊരു ഐസ്ക്രീമിൻ്റെ അകത്ത് തന്നെ കൈ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഇത് ഓപ്പണിംഗ് റിലേറ്റഡ് ആയിട്ട്. പിന്നെ എന്തായാലും ഫുള്ളി സെറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.